ഈ ഒരു മരണം അപ്രതീക്ഷിതമായിരുന്നില്ല. കാരണം ഏതാനും ദിവസങ്ങളായി കൊച്ചിൻ്റെ അവസ്ഥ വളരെ മോശമായി വരികയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ കാരിത്താസ് ആശുപത്രി ചെന്ന ശേഷം അവർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നത്. കുഞ്ഞ് കണ്ണു തുറക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞിൻ്റെ പിതാവ് ജോയിച്ചേട്ടൻ എന്നെ വിളിക്കുകയും പറയുകയും ചെയ്തു, വളരെ മോശമായ അവസ്ഥയിലാണ്, പിതാവ് പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് ഈ പള്ളിയിൽ വെച്ച് കുഴഞ്ഞു വീണ് ആശുപത്രി കൊണ്ടുപോയത് മുതൽ ഞാൻ മാത്രമല്ല, ഈ നാട് മുഴുവൻ ആ കുഞ്ഞിനോടൊപ്പം പ്രാർത്ഥനയ്ക്കായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാരോട് വിളിച്ച് വിവരങ്ങളെല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാനും പിതാവിനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവരെല്ലാം വളരെ തീക്ഷ്ണമായിട്ട് ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു വലിയ അറിവ് എനിക്ക് ലഭിച്ചു. നിർഭാഗ്യവശാൽ ആ കുഞ്ഞ് മരിച്ചു. പക്ഷേ നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട് ആ കൊച്ച് കർത്താവിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് ഈ മരണം ഒരു സങ്കടത്തേക്കാൾ ഉപരി നമുക്ക് ഉയർപ്പിൻ്റെ ഒരു പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു വലിയ അവബോധം തരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വളരെ സ്നേഹിച്ച ഒരാളുടെ വിയോഗം വേദന ഉളവാക്കുന്നതാണ്, കുടുംബാംഗങ്ങൾക്ക് വലിയ ഒരു നഷ്ടമാണ്. പക്ഷേ ആൻമരിയ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ആ വിശ്വാസം ആ കുടുംബത്തിന് ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.